1528 ഇസ്ലാമിക മതഭ്രാന്തനായ ബാബറിന്റെ പടയാളികൾ തകർത്തു കളഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു കിട്ടാൻ വേണ്ടി 496 കൊല്ലത്തെ നിരന്തര സമരം നടത്തി, യുദ്ധം നടത്തി. ഹിന്ദുക്കൾ 77 യുദ്ധം നടത്തി. എല്ലാ യുദ്ധത്തിലും ഹിന്ദുക്കൾ തോറ്റുപോയി. 3 ലക്ഷത്തോളം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന മനോഹരമായ 2000 കോടിക്ക് പറഞ്ഞിട്ട് 4000 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്ന മഹാസൗധം ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നു വന്നത്. 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളുടെ ജീവൻ ബലിദാനത്തിന്റെ ചരിത്രം പറയുവാനുണ്ട് ഒരു ക്ഷേത്രത്തിലെങ്കിൽ. ഒരു 5 മണിക്കൂർ അവിടുന്ന് സഞ്ചരിച്ചാൽ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലെത്തും. മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ് പള്ളി കിടക്കുന്നത്. അതായത് നന്ദികേശൻ നോക്കി നിൽക്കേണ്ടത് ശിവന്റെ മുഖത്തേക്കാണ്. ശിവന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് ഞാൻ വാപ്പി പള്ളി ആരാധനയില്ല. അവിടുന്ന് വീണ്ടും ഒരു 9 മണിക്കൂർ സഞ്ചരിച്ചാൽ മധുരയിലെത്തും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച മധുര. ആ മധുരാപുരിയിൽ ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിൽ 1 മിനിറ്റ് ഇരിക്കാം. ദേവകിയുടെ കൊട്ടാരം പള്ളിയായിട്ട് നമുക്ക് കാണാം. കംസന്റെ കൊട്ടാരം ക്ഷേത്രമായിട്ടും. ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിന്റെ ഒരു മതിൽ കഴിഞ്ഞാൽ പള്ളി തുടങ്ങിയായി. അതായത് അമ്പലത്തിന്റെ മുകളിൽ 3 മിനാരങ്ങൾ പണിത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നിരന്തരമായി പടയോട്ടം നടത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ.